ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഫസ്റ്റ് മോർണിംഗ് ഇൻ പട്ടായയാണ്. സോ വി ആർ ഓഫ് ടു റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് മ്യൂസിയം. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വി ജസ്റ്റ് റണ്ണിങ് ബിക്കോസ് ഇനി ആകെ 5 മിനിറ്റ് കൂടെ ബൊഫെ ടൈം ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. സോ വി ജസ്റ്റ് റണ്ണിങ് ടുവേർഡ്സ് ദ ബൊഫെ പ്ലേസ്. എന്തെങ്കിലും പച്ചക്കറി എങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് തിന്നാൻ വേണ്ടിയാണ് പോകുന്നത്. സംബഡി എൽസ് ഓൾസോ ഡ്രസ്ഡ്. യു ലുക്ക് നൈസ്. Okay. ആ ഡ്രസ് സെലക്ഷൻ ആണ്. കുറച്ച് ബാക്കിലോട്ട് പോയി നോക്കട്ടെ. യു ലുക്ക് നൈസ്. ആരുടെ സെലക്ഷനാ? ദ വൺ ആൻഡ് ഓൺലി. എനിവേസ് വേഗം പോയി കഴിക്കാൻ പോകാം. ഡോർ അടച്ചോളാം. അവിടെ നിൽക്കുന്ന ചേച്ചി ഇവൻ തമിഴ് പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. കുറേ നേരം കൊണ്ട് കോഫി ഉണ്ടാക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതും വെച്ച് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേയ്സ് പ്ലാൻ ചെയ്ത് തന്ന പരിപാടിയാണ്. ഓ യാ, അടിപൊളി കാർ, അടിപൊളി അടിപൊളി, എനിക്കിഷ്ടമായി. ഒന്ന് പിടിക്കോടും. അങ്ങനെ നമ്മൾ ഇന്നലെ ആക്ച്വലി വന്ന ടൈമിന് നമുക്ക് കിട്ടിയതൊരു സെഡാൻ കാറായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ബഡ്ജറ്റ് ഹോളിഡേയ്സിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളെ അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വി നീഡ് എൻ SUV കാർ. കാരണം നമുക്ക് എനിക്കിതുപോലെ മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുഴിഞ്ഞ കാറിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ഇങ്ങനെ വോമിറ്റിംഗ് ടെംപ്റ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പൊങ്ങിയിരിക്കുന്ന കാറാകുമ്പോഴത്തേക്കും ആ ഒരു പ്രോബ്ലം വരും. അപ്പോൾ റോഡ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. അത് എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഉള്ള മോഷൻ സിക്നസ് ഉള്ള എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ അശ്വിനായാലും പൊങ്ങിയിരിക്കുന്ന കാറിന് കുറച്ചും ബെറ്റർ ഫീലിംഗ് ഉണ്ട്. അത് വളരെ ഛർദ്ദിക്കാൻ പറ്റും. ഞാൻ ആ ധൈര്യത്തിലാണ് ബാക്കി കയറി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലേ ഇരിക്കും. സോ നമുക്കായിട്ട് അവരിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് മ്യൂസിയമാണ്. ഐ ഹവ് നോ ഐഡിയ വാട്ട് ദാറ്റ് ഇസ്. ഇവിടെ പോകുന്ന ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. സോ ഐ ഹോപ്പ് വി എൻജോയ് ഇറ്റ്. എന്തായാലും നമുക്ക് ബെസ്റ്റ് സാധനങ്ങൾ മാത്രമേ അവർ ചൂസ് ചെയ്ത് തരത്തുള്ളൂ. ആ ഒരു ഓപ്ഷൻ ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഞാൻ പറയും തുടക്കം തന്നെ, ഞാൻ എൻ്റെ പ്രിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ബോറടിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കുറച്ച് നമുക്ക് ഓപ്ഷൻസ് തരുന്നത്. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം, ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഞാനത് ഇങ്കിപ്പിങ്കി പോങ്കി കളിച്ചാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിവേസ് അടുത്താണെന്ന് വിശ്വസിക്കുന്നു. അതാകുമ്പോൾ ഒരുപാട് നേരം കാറിൽ ട്രാവൽ ചെയ്യണ്ട. എൻ്റെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് താങ്ക്സ്. തൻ്റെ സ്കിൻ കാണിച്ച് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ യുവർ ഓൾസോ ഗ്ലോയിങ് നൈസ്. ഡോണ്ട് യു ഫീൽ എ ഡിഫറൻസ് ഇൻ യുവർ സ്കിൻ? ഉണ്ടല്ലേ? യാ ഓക്കെ. സോ നമുക്ക് ആ സ്ഥലം എത്തിയതിന് ശേഷം കാണാം. നല്ല ചൂടുണ്ട് വെളിയിൽ. അതൊരു വിഷമം. അവിടെ പോയി വല്ല വെയിലത്ത് ക്യൂ നിൽക്കേണ്ട വരുമോ എന്ന് മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. കാരണം തിരക്കുണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാസ് അനുസരിച്ചല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം കാണാം. ഇവിടുത്തെ ഫുള്ളരിക്കും ബീച്ചിൻ്റെ ഒക്കെ ഓൺ ഏരിയ ആണ്. നമ്മൾ ഇന്നലെ വന്ന ഏരിയാസ് അല്ലേ? അപ്പോൾ ആ ബാക്ക് സൈഡിൽ പോയി നമുക്ക് ഇതുപോലെ ടുക്ക് കിട്ടും കേട്ടോ. നമ്മൾ അങ്ങ് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോവാം ടുക്ക്. എന്നിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് പറയാം. ഇത് ഭയങ്കര ദുബായിലെ മറ്റേ ജുമേറ ബീച്ച്. Why do you talk like that? Okay. So pagka-contact ko call. You can send me hi on my WhatsApp and you can save my number. Save my number. What's your problem? What is your problem? എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? വിയേർഡ് സ്ലാങ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുമാതിരി മറ്റേ 2 countries സിനിമയ്ക്ക് സുരാജ് കുഞ്ഞാറമ്മൂട് മറ്റേ വിരൽ വായിക്കാതെ to save my number you want to type the name. It's in Thailand. Thai. Put my name. ASWIN. ASWIN. Salamat. ഇവിടുത്തെ ഷോപ്പിംഗ് മോളാണ് അതിനകത്ത്. അശ്വിൻ സെൻട്രൽ. You can send my number. Then I do it. I will send a hi to this number. ഹിൽട്ടൺ പട്ടായ. Okay, in WhatsApp. ഹിൽട്ടൺ അടിപൊളി കേട്ടോ. ഹിൽട്ടൺ അടിപൊളി. I call. Okay. Pattaya city.
Yeah, got it. Hang on. Nice. നമ്മളിപ്പോൾ എത്തുമോ? Is it nearby? Please believe it or not. Wow. Hi. Wow, you look so cute. Yeah. So ഇവിടെ എന്തൊക്കെയോ റിപ്ലേസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. അയ്യോ ഇത് നോക്ക്. അയ്യോ അവനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ അമ്മ ഇവിടെ മറ്റേ പേടിപ്പിക്കുന്ന സാധനം കേട്ടാ. ഞാൻ അവിടെ ടിക്കറ്റ് കേറിയ പോലും ഇല്ല. ആരും വഴി പേടിപ്പിക്കുന്ന കണ്ടത് കക്കൂസിലേക്ക് ഓടുന്നു. ഓ എന്റെ അമ്മ അറക്കാൻ പോണോ ഒരു മെഷീൻ ഒരാളെ മറ്റേ അറുത്തെടുക്കുന്ന മൊത്തം മെഷീൻ കൊണ്ട് പിന്നാലെ ഇങ്ങനെ വരുന്നത്. അത് കണ്ടപ്പോഴും ഞാൻ ഒരു മറ്റേ എനിക്ക് രാവിലെ ഇത്ര പ്രശ്നം എടുക്കാൻ നടന്നാൽ ബാത്റൂം വരാത്ത. ഞാനിവിടെ ബാത്റൂമിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. അശ്വിൻ സർ ഇതുവരെ വന്നിട്ടില്ല. ആശ്വിൻ ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് കയറണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം രാവിലെ ഇത്രയും പ്രഷർ എടുത്താൽ ചിലപ്പോൾ വല്ല അറ്റാക്ക് വന്ന് ചത്തുപോകും. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും അശ്വിൻ വരട്ടെ. അശ്വിൻ കൂടെ വന്നിട്ട് തീരുമാനിച്ചിട്ട് കയറാം. മെയ്സിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സംഭവം ഒന്നുമില്ല ചേട്ടാ. പക്ഷെ ഓരോ ഡോറ് തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പേടിപ്പിക്കുമെന്ന് പ്രഷർ എടുത്താണ് ഇത്ര നേരം പോയത്. അയ്യോ ഇത്രയും പ്രഷർ എടുക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ മറ്റൊരിടത്ത് കയറണ്ടെന്നാണോ പറയണേ? ബിഗിനിങ് ഞാൻ ഇയാളോട് പറഞ്ഞു ഞാൻ ഡോർ തുറക്കില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു ജസ്റ്റ് ബി എ മാൻ, ജസ്റ്റ് ഗോ ഫക്കിംഗ് ഓപ്പൺ. ബിക്കോസ് എനിക്ക് തന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആൾ വരാത്തൊരു സാധനം ആണോ എന്നൊന്ന് അറിയണമായിരുന്നു. അപ്പോൾ ഇയാൾ ഒന്ന് രണ്ടെണ്ണം തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതുവരെ ആൾക്കാരായില്ല, നമ്മൾ സ്വന്തമായി കണ്ടുപിടിച്ച് വെളിയിറങ്ങി വേണം, പേടിപ്പിക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ ഉള്ള ധൈര്യം മൊത്തം എടുത്താണ് ബാക്കി ഡോറുകൾ തുറന്നത്. അവസാനത്തെ ഡോറ് തുറന്നപ്പോൾ ഉള്ളത് പറയണമല്ലോ, വെളിയിൽ ഒരു സ്കെലിറ്റൻ ഒരു ഡെത്തിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇവന് ഞാനും വിചാരിച്ചു അവസാനത്തെ ഡോറായിരിക്കും, അതിനകത്ത് ഉറപ്പായിട്ടും ആരെങ്കിലും നമ്മുടെ ബാക്കിൽ വരും. അതിനവിടെ ആടുന്ന പോലൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. സത്യം പറഞ്ഞ് ഇവൻ്റെ ബാക്കിൽ ഈ ബ്രിഡ്ജ് കിടന്ന് ഇങ്ങനെ വല്ലാണ്ട് ആടി. ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു താൻ എന്തിനാ ബ്രിഡ്ജ് കിടന്ന് ആട്ടുന്നത്? അപ്പോൾ ഇവൻ പറഞ്ഞു ഇവ അല്ലാന്ന്. ശരിക്കും ഞാൻ ഇവൻ്റെ ബാക്കിൽ ആരോ ഉണ്ടെന്ന് ചോദിച്ചു ബ്രിഡ്ജ് ആട്ടുന്നത്. ഞാൻ ഓടി ബ്രിഡ്ജിൽ കൂടെ ഇറങ്ങിയപ്പോൾ ഈ ഏരിയയിൽ പുറത്തെത്തിയെന്ന് മനസ്സിലായി. വല്ലാത്തൊരു സമാധാനം കിട്ടി ഇറങ്ങിയപ്പോൾ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു 90 മൂവിക്ക് പോകും, അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു സാധനം ഉണ്ട്, നമ്മുടെ ആ ബാക്കിൽ കാണുന്ന ആ ഒരു ഹോണ്ടഡ് ഹൗസ് സാധനം. അത് അശ്വിനി ഞാനിങ്ങനെ കയറണോ വേണ്ടേ എന്നുള്ളൊരു ഡിസ്കഷനിൽ നിൽക്കുകയാണ്. ഇങ്ങനെ പോണോ വേണ്ടേ? കാരണം നമുക്ക് രണ്ടുപേർക്കും പേടിയുണ്ട്, എനിക്ക് നല്ലപോലെ പേടിയുണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. എടുത്തിട്ട് ആ ഒരു ഹൊറർ അഡ്വഞ്ചറിനകത്ത് കയറി. ടു ബി വെരി ഓണസ്റ്റ് ഞാൻ പേടിച്ച് തൂറി. നല്ല എനിക്ക് ഈ തൊണ്ട വേഗം ഞാൻ അത്രയ്ക്ക് അകത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. അശ്വിൻ എനിക്ക് തോന്നുന്നു ഉള്ള ധൈര്യം മൊത്തം എടുത്തിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ഫോട്ടോസ് കാണിച്ചു തരാം. പേടിച്ച് തൂറിയിട്ടുണ്ട്. എന്താടോ മെയിൽ കൊടുക്കുന്ന നമ്മുടെ ഫോട്ടോസ് അയച്ചു തരും അല്ലേ? ഹായ്, ഐ ലവ് ഹിസ് മേക്കപ്പ്. മേക്കപ്പ് എന്താ ഒറിജിനൽ നോക്കാം മുഖത്ത്, അത് വെച്ചോണ്ട് നടക്കാനല്ലേ? എല്ലാ ദിവസവും വന്ന് അത് ചെയ്യണമല്ലേ? പാവം. അശ്വിൻ ആ ഗ്രൈൻഡർ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവഴി ഓടിയത് എനിക്ക് ഓർമ്മ പോലില്ല. ഞാൻ കണ്ണടച്ച് ഒറ്റ നടപ്പായിരുന്നു. അതിപ്പോൾ ഇതുവഴി ആരെങ്കിലും വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫോട്ടോസ് കാണിച്ചേ.
ആൽബം പോലെ അല്ലേ? തന്നെ നോക്ക്, വേരണ്ട് തൂറിയാണ് നടക്കണമെന്ന് കണ്ടാലേ അറിയാം. ആണ് ബാക്കിൽ എല്ലാരും കൂടെ വന്നു കളഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കണ്ണും പൂട്ടിയങ്ങ് നടന്നു, എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ഞാൻ വല്ലാതെ പേടിച്ചു. അഡ്വഞ്ചർ ഇതാണോ ദുബായ് ആണോ കൂടുതൽ പേടിയായത്? ദുബായ്. എനിക്കും ദുബായിലാണ് കുറച്ചുകൂടെ പേടിയായത്. അല്ല, ഇവിടെ ബേസിക്കലി നമുക്ക് 1-2 കാര്യങ്ങൾ അറിയായിരുന്നു, വരും ഇവർ എക്സ്പെക്ടിങ്. പക്ഷെ ദുബായിൽ നമുക്ക് എന്താ ഏതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ടെക്നോളജി അടിപൊളി, ഇവിടുത്തെ ടെക്നോളജി അടിപൊളി, ചിലതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഞാനാണ് അതാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ആരെങ്കിലും ഇതുവഴി ഇറങ്ങി വരുമ്പോ കാണിക്കാമല്ലോ. റിപ്ലീസ് കൊള്ളായിരുന്നു, അത് എന്റെ ചോയ്സ് ആയിരുന്നു, അറിയോ? അടിപൊളി, നല്ല വൈബുള്ള സ്ഥലം. ഞാൻ ഗൂഗിളിൽ കയറി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ബഡ്ജറ്റ് ഹോളിഡേസിനടുത്ത് ചോദിച്ചു, നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? അങ്ങനെ എല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കിയാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇത് താൻ എൻജോയ് ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ നോക്കിയപ്പോൾ താൻ ഒരു ചെറിയൊരു നമുക്കൊരു മിനി ഗ്ലോബൽ വില്ലേജ് പോലെ കറങ്ങിയെടുക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി അല്ലേ? ആ ഒരു വൈബ് അടിച്ചില്ലേ? ഇഷ്ടമായ? അടിപൊളി. ഇത് ഇവിടെ പട്ടായയിൽ വരുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം അല്ലേ? ഒരു മസ്റ്റ് വിസിറ്റ് സാധനമാണ്. ആക്ച്വലി ഒരു ടൈം സ്പെൻഡ്, ഒരു 2 മണിക്കൂർ ചുമ്മാ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ. സ്ട്രീറ്റിൽ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടില്ല കേട്ടാ ഇറങ്ങാൻ. വരുന്നുണ്ട് ബാക്കിൽ മൊത്തം കുടുംബം പേടിച്ച് നമ്മളും അതുപോലെ ആയിരിക്കും പോയതല്ലേ. Central Mall or Terminal 21? Which is a better mall? I think it's near the same. Then we'll go to Terminal 21. അല്ല, H&M നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ലേ, നമുക്കത് പിന്നെയും രാത്രിയും പോകാമല്ലോ. രാവിലെ ഇച്ചിരി കൂടെ ദൂരെയാണ്. അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാം. But Terminal 21. അപ്പോൾ നമ്മളിപ്പോൾ ടെർമിനൽ 21 എന്ന് പറഞ്ഞ ബീച്ച് എന്ന് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ 1-2 റൈഡും കൂടെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് വാക്സ് സ്റ്റാച്യൂവും പിന്നെ ഒരു കുറച്ച് ബോറിങ് ഒരു മ്യൂസിയം സാധനമാണ്. അതോടെ നമ്മളെല്ലാം അഡ്വഞ്ചറസ് സാധനങ്ങളിലാണ് കയറിയത്. ഇവിടെ വരുന്നവരോട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്, അതിലോട്ട് കയറണം, അതാണ് ഏറ്റവും അടിപൊളി, പ്രത്യേകിച്ച് ഹോണ്ടഡ് അഡ്വഞ്ചർ. നമ്മളുടെ സെൻട്രൽ പട്ടായയിൽ വന്നു. പക്ഷേ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ളത് ടെർമിനൽ 21 എന്നുള്ള മോളാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഫ്രണ്ട് സൈഡാണ് നമ്മൾ കണ്ടത് കേട്ടാ, അപ്പുറത്ത്. ഇതിന്റെ മറ്റേ സൈഡാണ് നമ്മൾ കണ്ടതല്ലേ, സെൻട്രൽ പട്ടായ. അതാണ് നമ്മുടെ മെയിൻ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഉള്ളത്. പക്ഷെ അങ്ങനെ നോക്കിയാൽ നമുക്ക് അതല്ലേ അടുത്ത്. മേ ബി ബാക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ ടെർമിനൽ 21 ആയിരിക്കും അടുത്ത്. കാരണം നമ്മൾ ആ ബാക്ക് സൈഡ് ഇറങ്ങിയില്ല നമ്മുടെ മോളിന്റെ അല്ല ഹോട്ടലിന്റെ, ഇറങ്ങിയ ഉടനെയാണ് ടെർമിനൽ 21 ഞാൻ കണ്ടത്. അങ്ങനെ ടെർമിനൽ 21 എത്തി. ഇവിടെയും H&M ഉണ്ടല്ലോ. ഇത് കുറച്ചുകൂടെ കിടിലം മോളല്ലേ. ഓക്കെ അതുവഴി ഇറങ്ങാൻ അശ്വിൻ. വെതർ നല്ല തണുപ്പുണ്ടല്ലേ, എക്സ്ട്രീംലി ഹോട്ട്. അയ്യോ അവിടെ തൊപ്പിയൊക്കെ ഏറിപ്പോയി. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോവുകയാണ്, നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം. ട്രിവാൻഡ്രം ദൈവം പെട്ടെന്ന്. ഇതിനകത്ത് ചന്ത. വാ ഇതിൽ H&Mൽ കയറാം. എനിക്ക് ഈ ടോപ്പ് ഇഷ്ടമായി. H&Mനകത്ത് കയറി ഞാൻ എന്തൊക്കെയോ കൈ കിട്ടിയതൊക്കെ വാരിയെടുത്തത്. അവിടെ ഒരു ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാ എന്തേലും കണ്ടോ ഇഷ്ടപ്പെടുന്ന പോലെ? ആ കോഡ് സെറ്റ് എങ്ങനെയുണ്ട് മാനിക്കുർ ഇട്ടിരിക്കുന്നത്? ഈ പാൻസ് എങ്ങനെയുണ്ട്? ഗുഡ് നോ? ആ പാൻറ് എവിടെ ഇരിക്കണം തപ്പിയിട്. അതോ അതല്ലേ ദോ 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 ദോ
മാറ്റിക്കോ അടുത്തത് ഇട്ടോടോ കാണിച്ചേ. മൈ സെലക്ഷൻ വാസ് ഗുഡ്. ഈ ഷർട്ട് തൊട്ട് ചെറിയ സൈസ് എടുക്കാം, തൊട്ട് ചെറുതെടുക്കാം. മീഡിയം സ്മോൾ എടുക്കാം. സ്മോൾ വിൽ ബി കറക്റ്റ് ഫോർ യു. അപ്പം ഈ ഷർട്ട് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇത് മാത്രം ഇവിടെ ഊരി വെച്ചോ, നമുക്ക് സ്മോൾ എടുക്കാം. കൊള്ളാം. ഈ പാൻറ്റിൻ്റെ കൂടെ എല്ലാം പൊടി കേട്ടോ. മറ്റേ നമ്മുടെ വിനീത് താണ്ടി വരുവായാൽ സിംബു പാട്ടിൽ ഈ സെയിം ടൈപ്പായിടുന്നത്. ദിസ് ഇസ് ഗുഡ്, വി ക്യാൻ ടേക്ക്. നല്ല ഫിറ്റിംഗ് അല്ലേ? തനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടോ? Thumbs up. Okay. Yeah. Look at yourself. It looks good. അങ്ങോട്ട് നോക്കൂ. Looks nice, no? ഇടാനും കംഫർട്ടബിൾ ആണല്ലേ? ഓക്കെ, ഇതെടുക്കാം. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. പക്ഷേ എനിക്ക് സ്ഥിരം ഉള്ളതാണ് ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 10 എടുത്ത് മാറ്റുക. അത് കാരണം ബില്ല് കയറിക്കൊണ്ടിരിക്കുന്ന പ്രഷറാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അശ്വിനെ എടുത്തത് 3-4 എണ്ണമാണ്. അത് ആക്ച്വലി കൺഫേം ആയിട്ട് എടുക്കുകയാണ്. അത്ര രസമുണ്ട് കാണാൻ. എൻ്റെ ഈ കൈ പിടിച്ചേക്കുന്നത് എന്തായാലും എടുക്കും. ഷോപ്പിംഗ് ബാഗ് നിറച്ചവിടെ ഇരിപ്പുണ്ട്. അതിനകത്തുള്ള എല്ലാം എടുക്കത്തില്ല. വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഓഫ് യു. ഇവിടെ തായ്ലൻഡിൽ H&M മെമ്പർഷിപ്പ് ഇവർ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത കാര്യത്തിൽ വന്നിട്ട് മെമ്പർഷിപ്പിൻ്റെ മറ്റേ എന്ത് ഓഫർ കാണിച്ചാലും ഇവിടെ അതില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കിക്കളി. ചമ്മി പോയി, കുഴപ്പമില്ല. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു 2000 രൂപയെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിൽ ഇരിക്കുമായിരുന്നു. ചമ്മി നിങ്ങൾ ആരോട് വന്നാലും എക്സ്പെക്ട് ചെയ്ത് വരുന്നത് ആപ്പ് കാണിക്കുക പോലും വേണ്ട. അപ്പോൾ തന്നെ ചമ്മി. ശരി, എന്തൊക്കെയൊക്കെ എടുത്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് നിന്ന് എണ്ണിപ്പറക്കി ഒരു 4-5 മാറ്റാൻ പറ്റുള്ളൂ. കാരണം എല്ലാം അത്ര പ്രിറ്റിയായിരുന്നു, എടുക്കാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിൽ എത്രയായിടോ എല്ലാം കൂടെ 42,000 രൂപ. പക്ഷേ സ്റ്റിൽ ഞാൻ ദുബായിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ഞാൻ ദുബായിൽ പോയ സമയത്ത് 63,000 എത്തി. അത് കണ്ട് ഞാൻ മരിച്ചു. ഞാനവിടെ ബില്ലിംഗ് കൗണ്ടിൽ നിന്ന് മരിച്ചു. എയർപോർട്ട് പോലെയുള്ള മോളാണ്, എയർപോർട്ട് പോലെ. എടോ ലുക്ക് അറ്റ് ദാറ്റ് ടീഷർട്ട് ആ മാനിക്ക് ഇട്ടേക്കുന്നത്. പക്ഷെ എന്തോട് 790 ഓ അയ്യോ ഭയങ്കര വില. പെട്ടി കുറേ കിട്ടില്ല, പെട്ടിയും ചട്ടിയൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ. ശരിക്കും ഒരു നമ്മൾ എയർപോർട്ടിനകത്തൂടെ നടക്കുന്ന ഒരു മോളിന്റെ ഫീലിംഗ് ആണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു മോളല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ സ്റ്റോൾസ് നമ്മൾ കുറച്ചേ കാണത്തുള്ളൂ. ഇവിടെ മുക്കിലും മൂലയിലും സ്റ്റോള്. ഇവിടെ എന്താണ് എല്ലാം 50% ഓഫ്. അത് ബർക്കിൻ സ്റ്റോക്കിലല്ല, ഇവിടെ. ഈ ഇവിടെ കടക്കകത്തൊക്കെ വിറ്റ് പോകത്തൊക്കെ കൂടെ പറക്കിയെടുത്ത് ഇവിടെ ഇട്ടേക്കുന്നു. മിസ്റ്റി മിങ്സ് എന്ന് പറഞ്ഞൊരു കട ഞാൻ ഇവിടെ കണ്ടു. കണ്ടിട്ട് വെളിയിൽ നിന്ന് നല്ല വൈബുണ്ട്. ആ മാനിക്കിന് ഇട്ടേക്കുന്ന ബ്ലാക്ക് ഡ്രസ്സും ഒക്കെ അടിപൊളിയല്ലേ? ഐ ലൈക്ക് ഇറ്റ്. നല്ല, അതെ, നല്ല ബ്ലേഡ് ആണെന്ന് തോന്നുന്നു. അറുത്ത് അത് തന്നെ, അതെ അറുത്ത് ജീവിക്കുന്ന സാധനമാണ്. അതെ, അകത്തോട്ട് വലിയ കടയൊന്നുമില്ല, ചെറിയൊരു കട. ആ സൂപ്പർ ഡ്രൈ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബ്രാൻഡാണ്. അപ്പോൾ സം ഓഡ് റീസൺ എനിക്ക് ഇവരുടെ സാധനങ്ങൾ ഇന്നേ വരെ ഒരു ഭംഗിയും തോന്നിയിട്ടില്ല. നോക്കടോ, ജസ്പാൽ. ദാറ്റ് റിയലി സൗണ്ട്സ് ലൈക്ക് എ ഡിസൈനർ സാധനം. ഈ കവറിൻ്റെ അറ്റം എൻ്റെ കാല് 2ാമത്തെ പ്രാവശ്യം കൊണ്ടു. എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. ആ ഫ്രണ്ടിൽ പൊക്കോ, ഞാൻ ബാക്കി വരാം. പൊക്കോ. വില്ലൻസ് SF ചെരുപ്പിറ്റ കട. പ്ലേ ബോയ്.
ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലേ? Yeah. അതുകൊണ്ടാണ് എനിക്ക് ഇയാളുടെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടം. ഇയാൾക്ക് എന്നെ പോലെ ഇങ്ങനെ ഷോപ്പിംഗ് ചുമ്മാ ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ വായി നോക്കി വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് നടക്കാൻ ഇഷ്ടം. ഹായ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് മുകളിൽ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വീണ് ചത്തേനെ. ഈ ഒരു അടിപൊളിയാണ് കേട്ടോ. ഇവിടെ മേക്കപ്പ് ഇഷ്ടം ഉള്ളവർക്ക് പൂന്ത് വിളയാടാം. ഇതാ ഒരാൾ കൈവിട്ട് പോയി ഇവിടെ നിന്ന്. എങ്ങനെയുണ്ട്? ഈവൻ ബോയ്. നല്ല രീതിക്ക് ചൂണ്ടി വിളയാടിയിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് വേണ്ട സൈഡൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. She says your hair is nice. അല്ല നമ്മൾ പറ്റിയാൽ വൈകുന്നേരം ഈ ഏരിയയിലോട്ടൊക്കെ ഒന്ന് വരാമെന്ന് വെച്ചു. കാരണം ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് 4 മണിയായി. നമ്മൾ രണ്ടുപേരും ഇതുവരെ ലഞ്ച് പോലും കഴിച്ചു. അതും ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. എന്തോ ഫ്രൂട്ട്സ് എന്തോ കൈ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരുന്നില്ല ഹോട്ടലിൽ. കുറച്ച് തായ് കൈൻഡ് ഓഫ് ഐറ്റംസ് ആദ്യമൊന്നും എനിക്കും പറ്റത്തില്ലായിരുന്നു. സോ നമ്മൾ ഇന്നലെ നമുക്ക് ഇന്നലെ പോയ മഹാരാജയിൽ തന്നെ പോയാലോ? ആണല്ലേ? ആ ഓക്കെ. ആ തുക്കിൽ കയറിയിട്ടൊക്കെ നിർത്തും തുക്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. നോക്കട്ടെ, നമുക്ക് അതിനുള്ള എല്ലാത്തിനുള്ളൊരു സാവകാശം ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. നമുക്ക് തുക്കൊന്നും പറ്റത്തില്ല എന്ന് മനസ്സിലായി. കാരണം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അൺബെയറബിൾ, ലൈക്ക് ഐ സ്വെയർ അൺബെയറബിൾ ഹീറ്റായിരുന്നു. ഞാനും അശ്വരി ഇവിടെ ഒരു ടാക്സിയിലോട്ട് ചാടി കയറി. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഇതേപോലെ ടാക്സി കിട്ടിയെങ്കിൽ സത്യം പറയല പുണ്യം. അതിൽ കയറിയിട്ട് വേണം ആ മഹാരാജയിലോട്ടും എല്ലാം ഒന്ന് പോവാൻ. ഇനി കുറച്ചു നേരം ഞാൻ വ്ളോഗ് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ഒരു വ്യത്യസ്തത വേണ്ടേ അല്ലേ? നമുക്കപ്പം നമ്മൾ എല്ലാം മേടിച്ചു. ഓക്കെ, ഇന്നത്തെ ഷോപ്പിംഗ് കോട്ട കഴിഞ്ഞു. അത്രയ്ക്ക് തീർന്നു, വെടി തീർന്നു. ക്യൂട്ട് ലിഫ്റ്റ് ആണ് കേട്ടോ. എക്സൈറ്റഡ് ആണോ നീ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ ഇത്ര എക്സൈറ്റഡ് ആവാൻ? ഹംഗ്രി ഭയങ്കരമായിട്ട്. ഓക്കെ, ഇതേപോലെ ഒരു ദിവസം രാത്രി ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നീ പോയി ഓപ്പൺ ചെയ്ത് റൂം ഓപ്പൺ ചെയ്ത് പറഞ്ഞത്. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ടെറിഫൈഡ്. ഇയാൾ എന്തിനീ രാത്രി ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് ഐ ക്വൈറ്റ് നോ ലൈക്ക് വാട്ട്സ് ഗോയിങ് ഓൺ. കം. Okay, I already like have a clue of what's going on. Cute. എനിക്കിത് ഭയങ്കര ഇഷ്ടം, ഈ കൊക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, നമുക്ക് ഇതിനെ മാറ്റാൻ തോന്നുന്നില്ല അല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അഡ്വാൻസ് ഒക്കെ ഒന്നും അഡ്വാൻസ് ഇല്ല. ഇപ്പൊ അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ എനിക്ക് 26 വയസ്സാകും. പക്ഷെ ഇവിടെ നാട്ടിൽ 12 മണി ആവുന്നവരെ എനിക്ക് 25 വയസ്സ് തന്നെയാണ് കേട്ടോ. You like it? Yeah, it's cute. പക്ഷെ എനിക്കിത് മാറ്റാൻ മനസ്സ് വരത്തില്ല. എത്ര സമയം എടുത്താലും ചെയ്ത് ഭയങ്കര മനസ്സ് വരത്തില്ല. ക്യൂട്ട്. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് ഇപ്പോഴൊന്നും ചളവാക്കണ്ട. ഇത് കുറെ നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ക്യൂട്ട്. ഓക്കെ, അങ്ങനെ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ലഞ്ച് കഴിക്കാൻ പോയിട്ടില്ല. ലഞ്ചിന് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ചൂടത്തിറങ്ങി ഒരു ടാക്സി തപ്പി ലഞ്ച് കഴിച്ചൊക്കെ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ കുറച്ച് മടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, അതായത് Day 1 in പട്ടായ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ, ബൈ. Bye.